മുനീർ, ഹലോ മുനീർ, മുനീർ, ഹലോ മുനീർ, മുനീർ കേൾക്കുന്നില്ല. അദ്ദേഹം ഓൺ ചെയ്ത് വെച്ചിട്ട് മൈക്ക് ഓൺ ആയ ചാനലിൽ ഒരു പ്രയാസമുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ ബിസിനസ്സുകാരാണ് അവരൊക്കെ അത്ര ഇതിന്റെ ഓപ്പറേഷൻ അത്ര എളുപ്പം ആയിരിക്കത്തില്ല. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് സാർ. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്തോ പറ്റുന്ന സാറ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ മുഖം അറിയുന്നുണ്ട്. ഓക്കെ. ഹലോ മുനീർ, വെൽക്കം. കേൾക്കാവോ മുനീറിന്? ഞാൻ പറയാം വെൽക്കം. മുനീറിന് കേൾക്കാം. മുനീർ മൈക്കൊന്ന് ഇതാക്കി വെക്ക്. ഒന്ന് ടച്ച് ചെയ്തമായി. നമ്മളിങ്ങനെ തന്നെ എല്ലാം പഠിക്കും. നമ്മുടെ മൈക്കുമ്പോ ഒന്ന് ടച്ച് ചെയ്തമായി, അപ്പൊ സംസാരിക്കാൻ പറ്റുമോ സാറോട്? ഓൺ ചെയ്തോ? മൈക്കിൽ അവിടെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ പിന്നെ മൈക്കില് താഴെ നമ്മുടെ സ്ക്രീനില് അവിടെ ഒന്ന് വീഡിയോയും ഒന്നും പിന്നെ മൈക്കും ആണ്. മനസ്സിലായി. മുന്നേ പിന്നെ നമ്മൾ ഈ ക്ലാസ് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതോ മനസ്സിലാവുന്നുണ്ടോ? അതോ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ സാർ? ശരി. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് അല്ല, അത് ഞാൻ ഇവിടുന്ന് കണ്ട ക്ലാസ് വീണ്ടും അത് നമുക്ക് അതിന്റെ ഇത് അയച്ചെന്ന ലിങ്ക് അയച്ചിരുന്നത്. രണ്ടാമത് ഞാൻ അതിനെ കുറച്ച് കൂടി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ കേട്ടത് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള നമ്മള് ശ്രദ്ധിച്ചത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതാണ്. കാരണം അറിയോ, നമ്മള് പിന്നെ ഈ ഇത് ഒരിക്കൽ കേട്ടാല് അതില് 50% വ്യത്യാസം മറന്നു പോകും. വീണ്ടും അതാണ് മനുഷ്യന്റെ. നിങ്ങളുടെ കുഴപ്പമല്ല, എല്ലാവർക്കും അത് തന്നെ. പകുതിയിൽ കൂടുതൽ വ്യത്യാസം മറന്നു വീണ്ടും അതാണ് പഠിക്കുന്നത്. കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ സാറ് പറഞ്ഞത് മൊത്തം ഓർമ്മ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പം പ്രശ്നമില്ലല്ലോ. അവർക്ക് ഒരു പരീക്ഷ എഴുതാൻ പറ്റില്ല. മനുഷ്യന്റെ ഇതാണ്, ഒരു ബുദ്ധി അങ്ങനെയൊക്കെയാണ്. ഓക്കെ. എന്തായാലും ഒരു സെക്കൻഡ് ഞാൻ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാം. അതിന്റെ തിയറിയും കുറച്ച് പ്രാക്ടിക്കലുമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നിർത്തിയത് ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും പറയാം ഞാൻ എവിടാണ് നിർത്തിയത്? ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് കൂടുതൽ മനസ്സിലായി എന്ന് മനസ്സിലാക്കാം. ജാസ്മി ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടാന്ന് മനസ്സിലായോ? ഓർമ്മ ഉണ്ടോ? ഞാൻ ആദ്യത്തെ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എവിടാണ് പറഞ്ഞു നിർത്തിയതെന്ന്? സാറ് പറഞ്ഞു നിർത്തിയത് ഒരു സെൽഫ് അസസ്മെന്റിന്റെ കാര്യമായിരുന്നു. അതായത് നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മള് എന്റെ നോട്ട്സ് ഇല്ല, ഞാൻ ജോലിയിലാണ്. ആ ക്വസ്റ്റ്യൻ ഒക്കെ പിന്നീട് പ്രാക്ടിക്കലായിട്ട് നോക്കിയായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നോക്കിയായിരുന്നു. നമ്മുടെ ഒരു പിന്നെ പാഷനൊക്കെ കുറെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ബാല്യത്തിലുള്ളത് അതൊക്കെ കുറെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അസസ്മെന്റ് വരും. അത് നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് നമുക്കൊരു അസസ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, നമ്മുടെ ചിന്താഗതികൾ എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഇതൊക്കെ നമുക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ ലൈഫിന്റെ പേർപ്പസ്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതിന് നമുക്കൊരു വ്യക്തത വരും. എനിക്ക് അങ്ങനെ ഒരു വ്യക്തത വന്നതായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ. താങ്ക് യു. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ നിർത്തിയത് അവിടെ വെച്ചല്ല. ഞാൻ നിർത്തിയത് വിശ്വാസം. ആ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് വിശ്വാസമാണ്. വിശ്വാസത്തിന് ഒരു കഥ പറഞ്ഞിരുന്നു. നമ്മുടെ ഇത് വിഡ്ഢി കുഷ്മാണ്ഡം. അതാണ് നമ്മളൊരു കഥ പറഞ്ഞ് ആണ് നിർത്തുന്നത്. ഒരു വിശ്വാസമാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. കാരണം നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ പറ്റും. അതാണ് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം
ആ വിശ്വാസം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു. ആ വിശ്വാസമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. പക്ഷെ എല്ലാവർക്കും അത് വിശ്വസിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പോലും, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് അത് സമ്മതിക്കത്തില്ല. മറ്റേത് കുഷ്മാണ്ഡം അയാളൊരു വിഡ്ഢി തന്നെ ആയതുകൊണ്ടാണ് അത് വിശ്വസിച്ചത്. പക്ഷെ ആ വിശ്വാസം അയാളെ രക്ഷപ്പെടുത്തി. പക്ഷെ നമുക്കിടെ കാര്യം അതല്ല. നമുക്ക് കുറച്ചുകൂടി കോമൺ സെൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് ഒരു സമരത്തിൽ ഏർപ്പെടും. ഇത് ശരിയാണോ, ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ക്രിട്ടിക്കൽ മൈൻഡും നമ്മുടെ ഒരു ബോധ മൈൻഡും ആയിട്ടൊരു സമരമുണ്ട്. ആ സമരത്തിൽ നാം വിജയിക്കണം. വിജയിച്ചിട്ട് ഈ ക്രിട്ടിക്കൽ മൈൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് നടക്കും, ഇത് നടക്കാൻ ഉള്ള എല്ലാ സാധ്യതയും അല്ല, 100% നടക്കും എന്ന് ക്രിട്ടിക്കൽ മൈൻഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുത്താൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവൂ. ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവത്തില്ല. കാരണം നമുക്ക് പകുതി വിശ്വാസവും പകുതി സംശയങ്ങളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ അത് നമുക്ക് വർക്കാവത്തില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നമ്മൾ അങ്ങനെ സംശയങ്ങൾ ചോദിച്ചാലാണ്, കാരണം ഇതിനകത്ത് സംശയങ്ങൾ വരാം. ക്രിട്ടിക്കൽ മൈൻഡിന് അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാം. ആരെങ്കിലും ഒരാൾ സംശയം ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതിന്റെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് നമ്മളൊരു നല്ലൊരു ഹൈ എനർജി ലെവലിൽ നിൽക്കുമായിരിക്കും. ഇപ്പൊ ഒരു മോർണിംഗ് നമുക്ക് നല്ല രീതിയിൽ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഒരു വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പൊ ലൈഫിൽ ഗുഡും ബാഡും ആയിട്ടുള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പൊ ചില കാര്യങ്ങള് നമ്മുടെ ആ ഒരു എനർജി ലെവലിനെ ഡൗൺ ആക്കും. അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു അത് ഞാൻ ഇന്ന് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. ഇന്ന് ഞാനത് അത് വരുന്നുണ്ട്. അത് ഞാൻ ഇന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇന്ന് എടുക്കുന്നത് അതാണ്. അതിനെക്കുറിച്ച് ഞാനത് വിശദമായി തന്നെ പറയാം. അതിനൊരു തിയറി തന്നെ ഉണ്ട്. അതൊക്കെ ഇന്ന് വിശദമായിട്ട് ആ തിയറികളെ പഠിപ്പിക്കുന്നു. അതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പൊ ഈ ക്രിട്ടിക്കൽ മൈൻഡിനെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ചിന്താഗതി റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് നമുക്ക് അർഹത ഉള്ളതായിരിക്കണം, നമുക്ക് ഡിസേർവ് ചെയ്യണം. അങ്ങനെ നാം ഈ ക്രിട്ടിക്കൽ മൈൻഡ് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് അത് റിയാലിറ്റിയുമായി യോജിക്കുന്ന രീതിയിലായിരിക്കണം. ആ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പല സ്വപ്നങ്ങളും കാണും. ഞാൻ റിയാലിറ്റിയുമായി യോജിക്കാത്ത സ്വപ്നങ്ങളാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകണം. എനിക്ക് വലിയ ആഗ്രഹമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആകണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് അമേരിക്കൻ പൗരത്വമെങ്കിലും വേണം. അപ്പൊ അമേരിക്കൻ പൗരത്വം പോലും ഇല്ലാത്ത ഞാൻ, രാഷ്ട്രീയത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാത്ത ഞാൻ, ഇന്ത്യയെ താമസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് ചിന്തിച്ചാൽ അതൊരു വിഡ്ഢിത്തമാണ്. അത് ഒരിക്കലും ക്രിട്ടിക്കൽ മൈൻഡും അംഗീകരിക്കത്തില്ല. ഒരു ലോ ഓഫ് അട്രാക്ഷൻ അത് പറ്റത്തില്ല. എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ ഒക്കത്തില്ല. കാരണം അമേരിക്കക്കാർ മൊത്തം വിചാരിച്ചാലും പറ്റത്തില്ല. കാരണം അമേരിക്കയിലെ നിയമം എന്ന് പറയുന്നത് അമേരിക്കയിലെ പൗരത്വം കിട്ടിയാൽ മാത്രം പോരാ. എൻ്റെ മകൾ അവിടെ അമേരിക്കയിലാണ്. പക്ഷെ എൻ്റെ മകൾക്ക് അവിടെ പൗരത്വം കിട്ടിയാലും എൻ്റെ മകൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ മകളുടെ മകന് മത്സരിക്കാം. കാരണം അത് ഓൺ ബർത്ത് കൊണ്ട് അമേരിക്കൻകാരനായാൽ മാത്രമേ അമേരിക്കനുമായിട്ട് മത്സരിക്കാൻ പറ്റും. അതാണ് അമേരിക്കൻ നിയമം. ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് അമേരിക്കൻ ഇതാവണം, അതിലെ എല്ലാ ജനങ്ങളും അംഗീകരിച്ചാൽ പോലും അത് പറ്റും. അതാണ് റിയാലിറ്റിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്താഗതികൾ റിയാലിറ്റിയുമായി പൊരുത്തപ്പെട്ട സംഗതികൾ മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. അതായത് നമ്മൾ റിയാലിറ്റി ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന് നമുക്ക് അർഹത വേണം. അർഹതാ സിദ്ധാന്തം എന്ന സംഗതിയുണ്ട്. കാരണം ഒരാൾ കളക്ടർ ആവണം. കളക്ടർ ആകണമെങ്കിൽ പണ്ട് സലീംകുമാർ പറഞ്ഞ പോലെ, നീ എന്താടി കോളേജിൽ പോകാഞ്ഞത്? കോളേജിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനൊക്കെ 10ാം ക്ലാസ് പാസ്സായില്ല. അപ്പൊ നമ്മളെ നമുക്ക് ഡിസയർ മാത്രം പോരാ, അതിനകത്ത് നമുക്ക് അർഹത ഉണ്ടായിരിക്കണം. അപ്പൊ അർഹത ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അത് നമ്മൾക്ക് അർഹത ഇല്ലാത്ത ഒന്നും നമുക്ക് കിട്ടാൻ പറ്റില്ല. അപ്പൊ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾക്ക്
ഞാൻ IAS കാരനാകണം എന്ന് വെറുതെ ചിന്തിക്കാനേ പറ്റൂ. അതിനകത്ത് ഒരു ഇതും ഇല്ല, അതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. അത് വളരെ മോശമായ ചിന്താഗതിയാണ്. അത് ലോ ഓഫ് അട്രാക്ഷൻ അവന്റെ സമയം കളയാന്നല്ലാതെ അവന് ലോ ഓഫ് അട്രാക്ഷൻ അവനിലേക്ക് ഒരിക്കലും വരത്തില്ല. മനസ്സിലായോ? അത് ലോ ഓഫ് അട്രാക്ഷൻ വരണമെങ്കിൽ നമുക്ക് ഡിസേർവ് ആയിരിക്കണം, നമുക്കത് അർഹത ഉണ്ടായിരിക്കണം. ഈ ഡിസേർവ്സും അർഹതയും ഇല്ലാതെ ഒരു കാര്യങ്ങളും നമ്മളിലേക്ക് വരത്തില്ല. ഇനി അടുത്താണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മളിത് അർഹത മാത്രം പോരാ. എനിക്കിതിന്റെ അർഹത എങ്ങനെ മനസ്സിലാവും? എനിക്കിതിന് അർഹത ഉണ്ടെന്ന് എനിക്കെങ്ങനെ മനസ്സിലാവും? ചില കാര്യങ്ങൾക്ക് നമ്മുടെ കഴിവ് നമുക്കറിയത്തില്ല. നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്കറിയില്ല, ഇല്ലേ? പല കഴിവുകളും നമുക്കറിയാവോ? അറിയത്തില്ലല്ലോ. എന്റെ പാഷൻ എന്താണ്, എന്റെ കഴിവ് എന്താണ്, എനിക്ക് എവിടെയാണ് വിജയിക്കുന്നത്, ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ജോസഫ് എന്നും ഹാരിസ് എന്നും, ജോസഫിന്റെ കൂടെ കുറെ 2 വരി കൂടെ ഉണ്ട് പേര്, ഹാരിയുടെ പേരിന്റെയും കൂടെ 2 വരിയുണ്ട്. എങ്കിൽ ഞാൻ ചുരുക്കി പറയാം, ജോസഫ് എന്നും ഹാരി എന്നും പേരുള്ള 2 ഫേമസ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് വളരെ ചിന്താഗതിയിലായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുന്നത്, നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമ്മളെക്കുറിച്ച് നമുക്കൊരു കഴിവുണ്ടാവും, പക്ഷെ ഈ യഥാർത്ഥത്തിൽ അത് കഴിവാണോ? അങ്ങനെ കുറെ കാര്യങ്ങൾ അവരത് അനാലിസിസ് ചെയ്ത് ഏകദേശം 1000 പേരിൽ അവർ പരീക്ഷ നടത്തി അവരൊരു തിയറി ഉണ്ടാക്കി. ആ തിയറിക്ക് ഒരു വിൻഡോ പോലെ ആ തിയറി ഇങ്ങനെ വരച്ച്, ഇത് അവര് വരച്ച അതിന്റെ ഒരു മോഡലാണ്. അതിന് ജോഹരി വിൻഡോ എന്നൊരു പേരുമുണ്ട്. ജോഹരി വിൻഡോ എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ ജോഹയും പിന്നെ ഹാരിയുടെ ഹാരിയും, അങ്ങനെയാണ് ജോഹരി ആവുന്നത്. അപ്പൊ ജോസഫും ഹാരിയും കൂടെയാണ് തിയറി ഇതിന്റെ പരീക്ഷണം നടത്തിയത്. 2 ശാസ്ത്രജ്ഞര്. അവരുടെ 2 പേരും കൂടെ ചേർത്തിട്ട് ജോഹരി വിൻഡോ ആണ്. ഈ ജോഹരി വിൻഡോ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും. ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നമുക്ക് തന്നെ പരിഹാരം കാണാൻ പറ്റും. നമുക്ക് തന്നെ പരിഹരിക്കാനും പറ്റും. നമ്മുടെ കഴിവുകൾ മനസ്സിലാവും, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാവും. അപ്പൊ ജോഹരി വിൻഡോ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അത് നമ്മൾ അലസമായി ഇരുന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആൾക്കാർക്ക്? ആദ്യത്തത് ജോഹരി വിൻഡോയിൽ നിങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുന്നെങ്കിൽ എഴുതിയെടുക്കാൻ കൊള്ളാം. പേനായും പെൻസിലൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? പേനായും ബുക്കും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ വെച്ചിട്ട് അത് ഒരു മോഡൽ നോക്കണം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വീട്ടിലല്ല, ഇന്ന് കഴിഞ്ഞിട്ട് നാളെ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അപ്പോഴത് മനസ്സിലാവും. പുസ്തകം പിന്നെ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ എടുക്കും ആരെങ്കിലും, ഇല്ലെങ്കിൽ ഇത് നമ്മൾ വെറുതെ കേട്ടുപോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പേനയും ബുക്കും ഉണ്ടോ? വീട്ടിലായതുകൊണ്ട് എല്ലാവരെയും കാണുമല്ലോ. എക്സസൈസ് ആണിത്. ചെയ്ത് നോക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ധാരണ വേണം. ശരി, ഇനി പറയാം. അതായത് ജോഹരി വിൻഡോയിൽ പറയുന്നത് നമുക്ക് 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. കഴിവുകളും വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ വീക്ക്നെസ് നമുക്കുണ്ട്. ഓരോ മനുഷ്യനും ഇതുണ്ട്. 4 തരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷെ അത് 4 തരത്തിലാണ്. അതിലെ ഒന്നാമത്തത് ഓപ്പൺ സ്പോട്ട് എന്നാണ് പറയുന്നത്. ഓപ്പൺ സ്പോട്ട്. ആ ഓപ്പൺ സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച്, ഞാൻ ആരാണ്, എന്റെ കഴിവ്, എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എനിക്ക് ദേഷ്യം എന്തുകൊണ്ട് വരുന്നു, ഇതൊക്കെ നമുക്കും അറിയാം, സമൂഹത്തിനും അറിയാം. അതായത് ഓപ്പൺ ആണിത്. എനിക്കറിയാം, അത് സമൂഹത്തിനും അറിയാം. മനസ്സിലായോ? അങ്ങനെ കുറെ സ്വഭാവം ഇതൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അത് എക്സസൈസ് ചെയ്യേണ്ടത് എഴുതണം. അതായത് പേനയ്ക്കകത്ത് ബുക്ക് എടുത്തിട്ട് ഇപ്പൊ എഴുതിയില്ലെങ്കിലും നിങ്ങൾ നാളെ എങ്കിലും എഴുതണം. എഴുതി നോക്കണം. എനിക്കറിയാവുന്നതും മറ്റുള്ളവർക്കറിയാവുന്നതുമായ ഓപ്പൺ സ്പോട്ട് എന്തൊക്കെ ഉണ്ട്. അടുത്തത് കേക്കാവോ? ഇടയ്ക്ക് വേറെ ആരുടെ ഇത് ഒന്ന് പുറത്തുനിന്നുള്ള സൗണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ഡിഫക്റ്റുകള്, ഗുണങ്ങള്, കഴിവുകള് എനിക്കറിയാം,
സമൂഹത്തിലെ മറ്റുള്ളവർക്കറിയാം. ഇനി അടുത്തതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവുകളും വീക്ക്നെസ്സും എനിക്കറിയത്തില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം, ഞാനുമായിട്ട് സഹകരിക്കുന്നവർക്കെല്ലാം അറിയാം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇതുണ്ടാവും. ഉദാഹരണം എൻ്റെ തന്നെ പറയാം. ഞാൻ പിന്നെ എനിക്കറിയില്ലായിരുന്നു, ഐ നോട്ട് നോൺ ടു സെൽഫ്. എനിക്കറിയാത്ത കുറെ കഴിവുകളും എൻ്റെ കഴിവുകളും വീക്ക്നെസ്സും മറ്റുള്ളവർക്കറിയാം. ഉദാഹരണമായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ രാഷ്ട്രീയത്തിലും, കുറച്ചൊക്കെ വലിയ നേതാവല്ലെങ്കിലും കുറച്ചൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, കുറച്ചൊക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു, കുറച്ചൊക്കെ പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊരു എൻ്റെ ഒരു കഴിവായിട്ടോ എനിക്ക് ഒരു എന്തെങ്കിലും നേതൃത്വപരമായ കഴിവുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവിടെ ഞാൻ എൻ്റെ രാഷ്ട്രീയം കൂടെ പറയണം, അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥിയിലെ ഒരു സംഘടനയായിരുന്നു. KSU ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പൊ അവിടെ നേരിട്ടാണ് ആ കാലഘട്ടത്തിൽ ലീഡർഷിപ്പ് വരുന്നത്. അപ്പൊ അവിടെ SFI വളരെ കുറവായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ, വർഷങ്ങൾ കുറെ ആയി. അപ്പൊ SFI കുറവായിരുന്നു. പക്ഷെ അവര് എന്നെ പിടിച്ചു നിർത്തി, SFIയുടെ ലീഡറായിട്ട് എന്നെ പിടിച്ചു നിർത്തി. എനിക്കറിയത്തില്ല, ഞാൻ തോറ്റു പോകുന്നു വ്യാപരിച്ച ആൾക്കാർ. പക്ഷെ ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം SFIയുടെ സ്ഥാനാർത്ഥിയായ ഞാൻ വളരെയധികം ഭൂരിപക്ഷത്തിൽ, വലിയ അമ്പരിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൽ സ്കൂൾ ലീഡറായി. അപ്പൊ എന്നെക്കുറിച്ചുള്ള മതിപ്പ് എന്താണ് എന്ന് പാർട്ടിക്കാർക്കറിയാം, രാഷ്ട്രീയക്കാർക്കറിയാം, ആൾക്കാർക്കും എന്നെ കുറിച്ചറിയാം. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഒരു കഴിവ്, ലീഡർഷിപ്പ് കഴിവ്, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റുകൾ എന്നിലുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ വിദ്യാർത്ഥിയുണ്ട്, പക്ഷെ സമൂഹത്തിന് അറിയാം. അതുപോലെ തന്നെ എനിക്കൊരു ഇതുണ്ട്, ദോഷം എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ വൈകിട്ട് നടക്കാൻ പോകുന്ന ഒരു കുളത്തിന്റെ അതിൽ കൂടെ നടക്കാൻ പോകുമ്പോൾ അപ്പൊ ഞാൻ ഇങ്ങനെ വരും. ആ സമയത്താണ് പലരും ഒക്കെ ആൾക്കാർ വിളിക്കും എന്നെ. ഇതിനകത്ത് ഫോൺ ചെയ്ത് പല ആൾക്കാരും ആ സമയത്ത് എന്നെ വിളിക്കാറുണ്ട്, ഇതുപോലെയുള്ള പല സംശയങ്ങളും ചോദിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഒരു ദിവസം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പുതിയൊരാളെ അവിടെ വന്നു. അങ്ങനെ 1-2 ദിവസം വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഒരു തഹസിൽദാരായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പരിചയപ്പെട്ടു. ഇപ്പോഴും തഹസിൽദാരാണ്, പക്ഷെ രാവിലെ നടക്കാനൊക്കെ വരുന്നതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, സാറൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞോളൂ. സാറ് ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കര ഉറക്കെയാണ് പറഞ്ഞത്, ശബ്ദം കൂടുതലാണ്, സാറിന് ശബ്ദം കൂടുതലാണ്. അത് മറ്റുള്ളവർക്ക് അപ്പുറത്തെ വീട് ഇപ്പുറത്തെ അവരൊക്കെ ആൾക്കാരുണ്ടല്ലോ, തൊട്ടടുത്ത വീടുകളുണ്ട്, കടകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് നമ്മൾ ചിലപ്പോൾ പല ആൾക്കാരും പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യങ്ങളോ ഇല്ല അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ പലർക്കും അത് ബുദ്ധിമുട്ട്, പലരും അത് കേൾക്കും. പക്ഷെ എനിക്കത് തിരിച്ചറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ എൻ്റെ ഞാൻ സംസാരിക്കുമ്പോൾ ചെറിയ സ്വരം കൂടി പോവും, കട്ടിയായി പോവും എന്നുള്ള എൻ്റെ ആ സ്വഭാവം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. പക്ഷെ മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു കഴിവുണ്ട്, പക്ഷെ നമുക്കറിയില്ല, മറ്റുള്ളവർക്കറിയാം. അടുത്തത് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഹിഡനാണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് രഹസ്യം നമുക്ക് തന്നെ അറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള കുറെ കഴിവുകളും വീക്ക്നെസ്സും എല്ലാ മനുഷ്യരും കാണും. ആ കഴിവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് കഴിവാണ്. ഇപ്പോൾ ഒരാൾക്ക് പാട്ട് പാടാനുള്ള കഴിവ് കാണും. അയാൾക്ക് തന്നെ അറിയാം എനിക്ക് പാട്ട് പാടാൻ അറിയാം. അയാൾ ചിലപ്പം ഒറ്റയ്ക്കിരുന്ന് കക്കൂസിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴോ വിജയ് പാടി ചിലപ്പം മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കും. പക്ഷെ അയാൾക്ക് പാടാനുള്ളൊരു ധൈര്യം ഇല്ല. അപ്പൊ അയാൾക്കറിയാം എന്റെ കഴിവ് ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുപോലെ അയാളുടെ വീക്ക്നെസ് എന്തൊക്കെ ഉണ്ടെന്ന് അയാൾക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അൺനോൺ ആയിട്ടുള്ള കഴിവുണ്ട്. അതാണ് ഇവിടെ പ്രധാനം. എനിക്കും അറിയത്തില്ല എന്റെ കഴിവ്, മറ്റുള്ളവർക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അറിയില്ല. അങ്ങനെയുള്ള കുറെ കഴിവുകൾ നമുക്കുണ്ട്. ആ കഴിവുകളും നാം കണ്ടുപിടിക്കണം. ആ കഴിവുകളും കണ്ടുപിടിച്ചാൽ മാത്രമേ നാം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാവും. ഇതെങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിന്റെ മാർഗങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി, നിങ്ങളുടെ അഭിപ്രായം കൊടുക്കണം. നിങ്ങൾ ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നവർ തന്നെ എല്ലാവരും എന്നെ പോലെ തന്നെ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും വായിച്ചിട്ടുള്ളവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോഴേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അശ്വനി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? അശ്വനി കേൾക്കുന്നില്ല. അശ്വനി താമസിച്ചാണോ വന്നത്? ഞാൻ ഈ പറഞ്ഞ നെറ്റ് പോയതുകൊണ്ട് ജൗഹരിന്റെ അറിയത്തില്ല അല്ലേ? മനസ്സിലായി? ഇടയ്ക്ക് നെറ്റ് പോയല്ലേ? ശരി. അടുത്ത ആര് പറയും? ഇനി അത് സ്വന്തം ഇതിൽ വെച്ചിട്ടായും പറയാൻ പറ്റുമോ? മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയിട്ട് എനിക്കിത് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ? ശരി, ഞാൻ തന്നെ പറയാം. മുൻകൈ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഒന്ന് ഓപ്പൺ. നമ്മളൊരു ബുക്ക് എടുക്കണം. നമ്മുടെ ഇത് കഴിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബുക്ക് എടുക്കണം. എന്നിട്ട് പേനായി എടുക്കണം. എന്നിട്ട് നമ്മൾ എഴുതണം ഓപ്പൺ. എന്റെ കഴിവും ഒരു കടലാസിൽ ഒരു പേജിൽ എഴുതണം. എനിക്കുള്ള കഴിവുകളും വീക്ക്നെസ്സും, എനിക്കറിയാവുന്നതും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അറിയാവുന്നതുമായ കഴിവുകളും വീക്ക്നെസ്സും എഴുതണം. അപ്പൊ എഴുതുമ്പോൾ കുറെ എണ്ണം കിട്ടും. അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ബ്ലൈൻഡ് സ്പോട്ട്. ആ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അറിയില്ല, പക്ഷെ മറ്റുള്ളവർക്കറിയാം. എൻ്റെ കഴിവുകളും വീക്ക്നെസ്സും അറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുമായിട്ട് എന്നും സഹകരിക്കുന്ന 10 പേരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഈ 10 പേർക്കും ോടും പറയുക, ഇതൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതാവൂ. എന്നെക്കുറിച്ചുള്ള 10 ദൂഷ്യവശങ്ങളും 10 നല്ല വശങ്ങളും എൻ്റെ കഴിവുകളും എൻ്റെ വീക്ക്നെസ്സും ഒക്കെ കൂടെ ചേർത്തിട്ട് നിങ്ങൾ 10 കാര്യങ്ങൾ എഴുതി, അല്ലെങ്കിൽ മൊബൈലിൽ എഴുതി അയക്കുക എന്ന് പറയണം. അപ്പൊ ആ 10 പേരും അയക്കും. പക്ഷെ മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്, അതുകൂടെ പറയാം. ഈ മനുഷ്യൻ 2 തരമാണ്. ഒന്ന്, ചിലർക്ക് മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ മോശം കാര്യം ചിലർ പറയില്ല. കാരണം നമ്മളുടെ ഒന്നുകിൽ നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് ചിലർ എഴുതത്തില്ല. ചിലരെങ്ങനെയല്ല, അസൂയുള്ളവരായിരിക്കും. അവർ നമ്മുടെ നല്ല ഗുണങ്ങൾ എഴുതത്തില്ല, ദോഷം മാത്രമേ എഴുതൂ. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ കറക്റ്റായിട്ട് എഴുതുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടുന്ന 10 ഉത്തരങ്ങളിൽ നിന്നും നമ്മൾ സമാനമായ ഒരേപോലെ ഒന്നിലധികം പേര് പിന്നെ ഒരേപോലെ പറഞ്ഞിട്ടുള്ള സംഗതികൾ മാത്രം എടുത്തെഴുതുക. അപ്പൊ അത് ആ ഒരു പോയിന്റ് അവിടെ തീരുന്നു. അടുത്തത് ഹിഡൻ. അതായത് എനിക്കറിയാം പക്ഷെ മറ്റുള്ള മുമ്പിൽ ഞാൻ അങ്ങനെ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. അത് എൻ്റെ കഴിവുകളും എൻ്റെ വീക്ക്നെസ്സും ഒക്കെ എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. ഞാനുമായിട്ട് സഹകരിക്കുന്ന ഒരു മനുഷ്യനും അറിയത്തില്ല. അങ്ങനെ ഉള്ളത് നമ്മൾ പേപ്പറിൽ നമുക്ക് മാത്രം മനസ്സിലാകാൻ വേണ്ടി ആ ബുക്കിൽ എഴുതുക. അടുത്തത് അഡ്നോൺ. അവിടെയാണ് നമ്മുടെ കഴിവെടുക്കുന്നത്. ഈ അഡ്നോൺ കഴിവിലാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്, തകർന്നു പോകുന്നത്, രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം എനിക്കും അറിയത്തില്ല, സമൂഹത്തിൽ. അത് നമ്മൾ ചെയ്ത് പഠിച്ചേ മതിയാകും. നമ്മൾ ചെയ്ത് പല കാര്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് അതെനിക്ക് പറ്റുന്ന കാര്യമല്ല. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, എൻ്റെ കഴിവ്. ഞാൻ യൂട്യൂബ് ഉണ്ടാക്കുന്നത്, യൂട്യൂബിലേക്ക് വരുന്നത് 58 വയസ്സാകുമ്പോഴാണ്. എനിക്ക് അതുവരെ ഞാൻ യൂട്യൂബ് പോലും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് യൂട്യൂബ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. യൂട്യൂബിലൂടെ വീഡിയോകൾ ഇടാനും അതിനുവേണ്ടിയുള്ള സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ, അതിനുവേണ്ടിയുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാനും എഡിറ്റർമാരെ സംഘടിപ്പിക്കാനും ഒക്കെ കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. കാരണം എനിക്ക് യൂട്യൂബ് അറിയില്ലായിരുന്നു. അത് അൺനോണാണ്. എന്നെ ഒന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ യൂട്യൂബ് കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഞാൻ അസുഖമായിട്ട്, എനിക്ക് വലിയൊരു ഹാർട്ടിന്റെ ഒരു പ്രശ്നമൊക്കെ വന്നു. ഞാൻ അസുഖമായിട്ട് ആശുപത്രിയിൽ കിടന്നു. അത് ഭയങ്കര സീരിയസ് ആയി. അത് എൻ്റെ കാലിൽ നിന്ന് ഞരമ്പ് എടുത്തിട്ടാണ് ഇവിടെ ഇട്ടത്, ബൈപ്പാസ് ചെയ്തത്. അപ്പം ഇതങ്ങ് പഴുത്ത 5 ദിവസം 7 ദിവസം കഴിയുമ്പോൾ സാധാരണ ആൾക്കാരെ വിടുന്നതാണ്. പക്ഷെ എൻ്റേത് വളരെ സീരിയസ് ആയതുകൊണ്ട് ഒരു 54 ദിവസം ICU തന്നെ ഇട്ടിരുന്നു. പിന്നെ അവന്മാർക്ക് ആശുപത്രി, പ്രൈവറ്റ് ആശുപത്രി ആയതുകൊണ്ട് പൈസയും കിട്ടാനുള്ള ഒരു രീതിയാണ്. അല്പ അസുഖം കാണും, അതിലുപരി അവർക്ക് പൈസ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി ആയിരിക്കാം. അപ്പൊ അങ്ങനെ അവര് പിന്നെ ഇട്ടിരുന്ന സമയത്ത് ആദ്യത്തെ കുറേ ദിവസം ഒന്നും നോക്കത്തില്ല. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പുസ്തകമൊക്കെ വായിക്കാൻ പോയി. അങ്ങനെ ഞാൻ പുസ്തകമൊക്കെ വായിച്ച്, വീക്കിലൊക്കെ വായിച്ചു. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മടുത്തു. അപ്പൊ അവർ പറഞ്ഞ് മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ മൊബൈലൊക്കെ തിരിച്ചു തന്നു.
അങ്ങനെ ഞാൻ മൊബൈൽ കണ്ടു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 58ാമത്തെ വയസ്സിലാണ് യൂട്യൂബ് കാണുന്നത്. അപ്പൊ അങ്ങനെ യൂട്യൂബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തോ മോശമായ കാര്യമായിരുന്നു, യൂട്യൂബ് കാണാൻ പാടില്ലാത്തതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനത് ഈ അസുഖം കിടക്കുന്നപ്പം ഈ സമയം പോകാൻ വേണ്ടി യൂട്യൂബൊക്കെ കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേഷന്, പാട്ടുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അറിവുകൾ കിട്ടുന്ന ഒരുപാട് സംഗതിയിലകത്തുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എന്നിട്ട് പക്ഷെ എനിക്ക് എഡിറ്റിംഗ് അറിയില്ല, നല്ലപോലെ കമ്പ്യൂട്ടർ അറിയത്തില്ല. ഞാൻ ജില്ലാ ലേബർ ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് കമ്പ്യൂട്ടറിന്റെ മുമ്പിലുണ്ട്, പക്ഷെ ഫയലുകളൊക്കെ അവര് കൊണ്ടുവന്നോളും. എനിക്ക് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി. അതിന് നമുക്ക് സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് ഞാൻ പറയുന്ന ജോലി ചെയ്യാൻ സബോർഡിനേറ്റ് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ അറിയില്ലായിരുന്നു, ഇതിന്റെ ഒരു കാര്യവും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പക്ഷെ എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു, അത് എനിക്കറിയാം എന്നാണ്, അത് ഹിഡനാണ്. സർവീസിലുള്ളപ്പോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പിന്നെ കഥകളൊക്കെ അയക്കുമായിരുന്നു, പലതും തിരിച്ചാണ് വരുന്നത്. എങ്കിൽ എനിക്ക് എഴുതാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി, ആദ്യം ആൽക്കമിസ്റ്റ് എഴുതി, അത് വളരെ ഹിറ്റായി. അതോടുകൂടി പിന്നെ യൂട്യൂബ് വലുതായി, ഇങ്ങനെ 1000, 2000 വന്ന്, അങ്ങനെ വന്ന് ഇപ്പൊ 5 ലക്ഷം അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ആയി. ചില വീഡിയോകളൊക്കെ 20 ലക്ഷം കണ്ടിട്ടുണ്ട്. ആൽക്കമിസ്റ്റ് പിന്നെ പറയിവിറ്റ പന്തീരുകൂലം 29 ലക്ഷം പേര് കണ്ടു. അപ്പൊ അങ്ങനെ പല വീഡിയോകളും 10 ലക്ഷത്തിലധികം കാണാനുള്ള ഇത് വന്നു. പക്ഷെ ഇത് അറിയാവുന്ന, യൂട്യൂബ് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ചിലപ്പോൾ അത് ചെയ്തിട്ടില്ല. എനിക്ക് എഡിറ്റിങ്ങിന് ഞാൻ എന്ത് ചെയ്തു, എഡിറ്റിങ്ങിന് ഹയർ ചെയ്തു. എനിക്ക് ചെയ്യാൻ അറിയാവുന്നത് മാത്രം ഞാൻ ചെയ്തു. ഞാൻ കഥ മാത്രം എഴുതി, ബാക്കിയുള്ളത് ഹയർ ചെയ്തു. എഡിറ്റിംഗ് ഹയർ ചെയ്തു, സൗണ്ട് ഹയർ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഹയർ ചെയ്തപ്പോഴത്തേക്ക്, അതുപോലെ റെക്കോർഡിങ് ഹയർ ചെയ്തു. അപ്പൊ അതെല്ലാം നല്ല സ്റ്റുഡിയോ, കൊള്ളാവുന്ന നല്ല സ്റ്റുഡിയോ ഹയർ ചെയ്തു. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറി. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ എനിക്ക് ഈ ഓർഗനൈസ് ചെയ്ത് ഈ സംഗതികളൊക്കെ ചെയ്യാമെന്ന്. അപ്പൊ അൺനോൺ ആണ്. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും എനിക്കിത് പറ്റുമെന്ന്. ചെയ്ത് നോക്കി വിജയിച്ചു. പക്ഷെ ചെയ്ത് നോക്കുമ്പം വിജയിച്ചില്ലെങ്കിൽ അവിടെ കളഞ്ഞേക്കണം. എനിക്ക് പറ്റിയല്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ കളയണം, ആണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇതിനകത്തു നിന്നൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കണം, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ഏതാണ് എന്നെ ത്രസിപ്പിക്കുന്ന കാര്യം, എനിക്ക് എത്ര ചെയ്താലും മടുക്കാത്ത കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ഇത് ചെയ്താൽ ഞാനും എനിക്ക് ചുറ്റുമുള്ളവരും എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കും ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടുമോ എന്ന് കൂടെ നോക്കണം. നമ്മള് ഭയങ്കര ഭാഷണൊക്കെ പലതും കാണും, പക്ഷെ സമ്പത്ത് കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഇപ്പൊ യൂട്യൂബ് ഞാൻ എന്നും ഇടുന്നുണ്ട്, അതിനകത്ത് കാശ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു 10 വീഡിയോ ഇല്ലെങ്കിൽ 20 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എന്റെ സ്വന്തം കാശ് ഒരുപാട് നഷ്ടമാകുമ്പോൾ ഞാൻ നിർത്തിയിട്ട് പോകും. അപ്പൊ അതിനകത്ത് കാശ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്നത്. നിങ്ങളായിട്ട് നമ്മളിവിടെ വരുന്നതുകൊണ്ട് പറയാണ്, നമ്മൾ അത്ര ഒരു പേഴ്സണൽ മെന്ററിംഗ് ആയിട്ട് ആണ് പറയാണ്. നമുക്ക് അതിനകത്ത് ന്യായമായ പ്രതിഫലം യൂട്യൂബ് തരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാഷനാണ്. ഞാൻ യഥാർത്ഥ ഇതിൽ ഞാൻ ജില്ലാ ലേബർ ഓഫീസറായിട്ട് ഇരുന്ന ആളാണ്. എന്റെ പാഷൻ ആയിരുന്നില്ല. ഇങ്ങനൊരു പാഷൻ എനിക്കുണ്ടായിരുന്നു എന്നുള്ള അൺനോണാണ്, മറയ്ക്കപ്പെട്ടതാണ്. അതുപോലെ അപ്പൊ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ ഇത് കോമൺ ആയിട്ട് വരുന്ന കുറെ സാധനം എടുത്തിട്ട് ഇതിനകത്ത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, എത്ര ചെയ്താലും മടുക്കാത്തത്, അതോടൊപ്പം തന്നെ പിന്നെ എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ലിസ്റ്റിട്ട് മാറ്റുക. ലിസ്റ്റിട്ട് മാറ്റിയിട്ട് അതിനകത്ത് ആ സാധനം, ത്രില്ലടിപ്പിക്കുന്ന സാധനം, മടുക്കാത്ത സാധനം, സന്തോഷം തരുന്ന സാധനം ചെയ്താൽ എനിക്ക് സമ്പത്ത്, അതായത് എനിക്ക് മാത്രമല്ല, ഞാൻ ജീവിക്കണ്ടേ. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ വൈകിട്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ വീട് പോകത്തില്ലേ. എനിക്ക് മാത്രമല്ല, എന്നെ ആശ്രയിച്ച് ഒരുപാട് പേര് കാണും. ചിലപ്പോൾ നമ്മളെ കുട്ടികൾ കാണും, വൈഫ് കാണും, അപ്പൊ ചിലർക്കാണെങ്കിൽ അമ്മ കാണും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ ചെയ്യാൻ വേണ്ടിയുള്ള സമ്പത്ത് ഇതിനകത്ത് നിന്ന് കിട്ടുമെങ്കിൽ മാത്രമേ അതിനകത്ത് പോകാവൂ, ഇല്ലെങ്കിൽ അതിനകത്ത് പോകാൻ പാടില്ല. കാരണം നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി പോകും, സമയവും പോകും. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയവർ അവരുടെ ഭാഷയിൽ പറയുക. മുനീറിന് പറയാൻ പറ്റുമോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്? മുനീറിനൊന്ന് പറയാൻ പറ്റുമോ? അശ്വനിക്ക് പറയാൻ പറ്റുമോ? കൃഷ്ണദാസിന് പറയാൻ പറ്റുമോ? സാർ നമ്മൾ ജാസ്മിനെ തന്നെ വിളിക്കേണ്ടി വരും. ജാസ്മി പറഞ്ഞോളൂ. ഓപ്പൺ സ്പോട്ട്
ആ സാറേ, പറയൂ ഞാൻ പറയൂ പറയൂ. ആരാണ്, എനിക്ക് എന്തെല്ലാം കഴിവുണ്ട്, എന്തെല്ലാം വീക്ക്നെസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്. ആ പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്, ഉം, എന്റെ കഴിവും വീക്ക്നെസ്സും എനിക്ക് അറിയില്ല, മറ്റുള്ളവർക്ക് അറിയാം. അറിയുന്ന കാര്യം അറിയാം. ഉം, ഉം, പിന്നെ ഹിഡൻ സ്പോട്ട്, നമ്മുടെ രഹസ്യം നമുക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. ഉം. പിന്നെ അഡ്നോൺ. അഡ്നോൺ, എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. പക്ഷെ അതിന് അവിടെ ചിലപ്പോൾ നമ്മുടെ ഹിഡൻ, നമ്മുടെ ട്രഷർ, നമ്മുടെ ആ നിധി അവിടെ ആയിരിക്കും ചിലപ്പോൾ ഒളിച്ചു കിടക്കുന്നത്. പക്ഷെ അതിനെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ സാഹചര്യം, അത് സാഹചര്യത്തിലെ തെളിഞ്ഞു വരും. ചില സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ ആ തെളിഞ്ഞു വരും. നമ്മളത് അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ നമ്മളത് വിജയിക്കും. അത് സാഹചര്യവും പ്രകൃതി നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടാണ് നമുക്ക് പ്രകൃതിയൊക്കെ, നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് പറ്റുന്ന സംഗതികളൊക്കെ എത്തുന്നത്. ഓക്കെ എന്തായാലും ഇത് വളരെ സന്തോഷമായി, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് അത്രയും. ഇത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത്, ഈ സംഗതികളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സംഗതികൾ ഇനി ആർക്കെങ്കിലും കൂടെ ഒന്ന് പറയാനുണ്ടോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരോ എന്തെങ്കിലും സംശയങ്ങൾ, ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടോ? അതുകൂടെ ചോദിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും ക്ലാരിറ്റി വേണോ? ഗിരീഷിന് എന്തെങ്കിലും ക്ലാരിറ്റി ഇതിനകത്ത് ആവശ്യമുണ്ടോ? ഗിരീഷ് ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ മലേഷ്യ, കാനഡ ജാസ്മിൻ, എന്തെങ്കിലും ക്ലാരിറ്റിയോ സംശയങ്ങളുണ്ടോ? ഞാനത് കൂടുതൽ നിങ്ങളുടെ കൂടുതൽ ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാവും, അതുകൊണ്ടാണ്. ഓക്കെയാണ് സർ, മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു അസസ്മെന്റ് നടത്തിയതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോ ഈ ഗ്രൂപ്പിൽ വന്ന് നിൽക്കുന്നത് പോലും. കാരണം എന്റെ ലൈഫിന്റെ ഒരു പേർപ്പസ് എന്താന്ന് തിരിച്ചറിയാൻ എനിക്കും ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾ എടുത്തു. 35 വർഷം എടുത്തു എനിക്ക്. അപ്പം എനിക്ക് ആ ഒരു സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ അത് ഇനി അടുത്താണ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം പക്ഷെ കേട്ടാൽ അത്ര രസകരമല്ലാത്ത കുറെ കാര്യമുണ്ട്. ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വളരെ സുഖമായി ജീവിക്കാനാണ്. ആരോടും ദ്രോഹിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ നമ്മൾ വളരെ നല്ലവരായിട്ട് ജീവിച്ചാലും ചിലപ്പം ചുമ്മാ കയറി നമ്മളെ ആൾക്കാർ ചൊറിയും, നമുക്ക് ദേഷ്യം വരും. നമ്മൾ നല്ല രീതിയിൽ അമ്മായിയമ്മയെ ചികിത്സിച്ച് നോക്കിയാലും ചിലപ്പം അമ്മായിയമ്മ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഭർത്താവിനെ സ്നേഹിച്ചാലും ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ, ഭർത്താവിന് നല്ല രീതിയിൽ ഭാര്യയോട് ഇടപെട്ടാലും ചിലപ്പോൾ അവർക്കത് സന്തോഷം വരത്തില്ല. പ്രത്യേകിച്ച് എന്നും വഴക്കായി, ചിലർക്ക് എന്നും ടെൻഷൻ ആയിരിക്കും. പക്ഷെ അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ടെൻഷൻ, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന് പലർക്കും അറിയില്ല. അങ്ങനെ അതുപോലെ ചിലർക്ക് ദേഷ്യം വരണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് അറിയാതെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യം വന്നു. നമ്മളെ ആൾക്കാർ ചുമ്മാ ഇരുന്ന് നമ്മളെ കുത്തിയിളക്കി എന്ന് പറയുന്ന പോലെ പലരും നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നവർ കാണും. പിന്നെ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത രീതിയിൽ ഒരുപാട് സംഗതി ഉണ്ടാവും. ദേഷ്യം ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് തന്നെ അറിയില്ല ഇത് എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത്, എനിക്ക് ദേഷ്യം ഉണ്ടാവുന്നത്, എന്നെ ആൾക്കാർ സ്നേഹിച്ച് പറ്റിക്കുന്ന എന്തിനാണ്, എന്നെ ആൾക്കാർ വഞ്ചിക്കുന്ന എന്തിനാണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഈ പ്രകൃതിയുടെ ചില കളികളുണ്ട്. അതിനാണ് ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത്, അതായത് പ്രകൃതിക്ക് ചില പ്രതിഭാസങ്ങളുണ്ട്. അതായത് നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ പാല് വാങ്ങിച്ചിട്ട്, നിങ്ങൾ രാവിലെ പാല് വാങ്ങിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചു.
വൈകിട്ടാവുമ്പോൾ എന്ത് ചെയ്യും? അതങ്ങ് ചീത്തയായി. നമ്മൾ പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം വളരെ ഇതായിട്ട് നിന്ന് വൈകിട്ടാകുമ്പോൾ ചീത്തയായി. നിങ്ങളുടെ വീട്ടില് നല്ല വീടാണ്, തൂത്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങളൊരു യാത്ര പോകും. ഒരു മാസം എവിടെയെങ്കിലൊക്കെ ടൂറൊക്കെ പോയി 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ മൊത്തം ചിലന്തി വരെ ആയിരിക്കും, കുറെ സ്ഥലത്ത് പിന്നെ ഇത് ചെതല് പിടിച്ചിരിക്കും, കുറെ സ്ഥലത്ത് പല്ല് തൂറിയിരിക്കും, ആകെ വൃത്തികേടായി. പിന്നെ അത് ഇതൊക്കെ പാറ്റ ചത്ത് കിടക്കും, ആകെ വൃത്തികേടായിരിക്കും. കൃഷി ഒക്കെ ചെയ്യുന്നവർക്കറിയാം. നമ്മൾ കൃഷി ചെയ്യും, നമ്മൾ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യും. ഒന്നുകിൽ വെട്ടുകിളി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ മുഞ്ഞ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അണുക്കൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വെച്ചിട്ട് കുറെ അങ്ങ് നശിച്ചു പോകും. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട സംഗതി ഈ മുഞ്ഞ കയറി നശിക്കുന്നത്? ഇല്ലെങ്കിൽ ഇത് അങ്ങ് പൊടിഞ്ഞു പോകുന്ന എന്തിന്? ചിലത് മങ്കായി പോകും. ഭയങ്കര കൃഷിയൊക്കെ ചെയ്ത് നെല്ലൊക്കെ ആണെങ്കിൽ മങ്കായി പോകും, ചില കേടായി പോകും, ചില നമ്മൾ ഒന്നും അല്ലാതെ എവിടെന്നെങ്കിലൊക്കെ പന്നികൾ വന്നിട്ട് കൃഷികൾ കുത്തിയിളക്കും. അതിന് പറയുന്നത് പ്രകൃതിക്ക് നമ്മൾ ഒരു താളപ്പിഴകൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി പ്രവർത്തിക്കും. എന്തിനാണ് നമ്മുടെ ഇത് വന്നത്? നമ്മളിപ്പം കോവിഡ് വന്നത് എല്ലാം നല്ല ഡീസന്റ് ആയിട്ട് എല്ലാവരും പോയതാണ്. പെട്ടെന്ന് എവിടെയോ വന്ന് ഇവിടെ മൊത്തം പടർന്ന് കോവിഡായി. ചുമ്മാ നടക്കുന്ന ഒരുത്തൻ റോഡിൽ കൂടെ നടക്കുന്നു. റോഡിൽ കൂടെ നടക്കുമ്പോൾ വേറെ വണ്ടി വന്ന് അവൻ വളരെ ഒഴിഞ്ഞാണ് പോകുന്നത്, ആരെയും ദ്രോഹിക്കാതെ ഒഴിഞ്ഞു പോകും. പക്ഷെ വേറൊരു വണ്ടി വന്നിട്ട് അവനെ ഇടിച്ചിട്ട് അവരെ കൊന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംബന്ധം. ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞാല് പ്രകൃതി ചില സമയത്ത് നിയമവിരുദ്ധ, അതായത് ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ കൃത്യമായി നിൽക്കുന്നതിനെ ഒന്ന് കലക്കി മറിയും. ഇടയ്ക്ക് വെള്ളപ്പൊക്കം വരും, കൊടുങ്കാറ്റ് വരും. അത് ആ പ്രകൃതിയുടെ ഇതുപോലെയാണ് നമ്മൾ വളരെ ഡീസന്റ് ആയിട്ട് പോകാൻ വന്നാലും ഇതൊക്കെ ഉണ്ടാവും. ഈ ഉണ്ടാകുമെന്നുള്ള സത്യം ആദ്യം അംഗീകരിക്കണം. മനുഷ്യരാകുമ്പോൾ ദേഷ്യം വരും, കോപം വരും, നമ്മൾ ആൾക്കാർ പറ്റിക്കും, പ്രേമിച്ച് പറ്റിക്കും, പിന്നെ വഞ്ചിക്കും, പിന്നെ കടം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു തരത്തില്ല. ചിലര് പിന്നെ ഇപ്പം ഞാൻ നാളെ തരാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് അവസാനം പൈസ ചോദിക്കുമ്പോൾ തിരിച്ചിരിക്കുമ്പോ പിന്നെ ചുമ്മാ നടക്കുന്ന എത്രയോ പേര് കോവിഡ് പിടിച്ച് മരിച്ചു. കോവിഡ് രോഗികളെ ചികിത്സിച്ച് വളരെ ഒരു ഡോക്ടറുടെ കഥ വളരെ ദയനീയം. നമ്മൾ തന്നെ വിചാരിക്കും ഇദ്ദേഹത്തിന് എന്താ പറ്റുക? ഒരുപാട് രോഗികളെ ചികിത്സിച്ച് അദ്ദേഹം വരുന്ന വഴിക്ക് കായംകുളത്ത് വണ്ടി ഇടിച്ചെത്തും. രാത്രി വരുന്നതാണ്, ഇത് കൊണ്ട് വേറെ വണ്ടി വന്ന് ഇടിച്ചെത്തും. അദ്ദേഹം ഇതുമാത്രം നന്മകളാണ് ചെയ്തത്. പക്ഷെ എത്ര പേരെ ചികിത്സിച്ചത്? പലരും അടുക്കാൻ പോലും ചെയ്യാത്ത. ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ആൾക്കാർ അടുക്കത്തില്ലായിരുന്നു, ആദ്യ കാലഘട്ടത്തിൽ അടുക്കത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് പോലും അവരെ പിന്നെ വന്ന് ചികിത്സിച്ച ഡോക്ടർ വണ്ടി ഇടിച്ചെത്തും. അപ്പൊ ഈ പ്രകൃതി നമ്മൾ ഈ ചെയ്യുന്ന സംഗതികളെ ഇളക്കി മറിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അതിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് വേണം. ഉദാഹരണം പാല് നമ്മളവിടെ പുറത്ത് വെച്ചാൽ ചീത്തയാവും. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം പാലിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അതിനെ ചീത്തയാക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള നിയമമാണ്. അപ്പൊ അതിനെ ഫോഴ്സ് ചെലുത്താൻ വേണ്ടി, അതിനെ മാറ്റാൻ വേണ്ടി അവിടെ കൊണ്ടുവയ്ക്കണം. നെല്ല് കഴിച്ചാൽ പക്ഷികൾ അത് കൊണ്ടുപോകും. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവർ കീടനാശിനി തളിക്കും. പിന്നെ പുഴുക്കൾ അഴിക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള കീടനാശിനി തളിക്കും. പിന്നെ വെട്ടുക്കിളിയെ ഓടിക്കാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള ടെക്നിക്ക് ചെയ്യും. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ്, അതുപോലെ രോഗം വന്നു കഴിഞ്ഞാൽ അതിന് പ്രിവെൻഷൻ കണ്ടുപിടിക്കും, അതിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ സ്വഭാവം, അപ്പൊ നമുക്ക് ഇതുപോലെ വരും. നമ്മൾ ഡീസെന്റ് ആയിട്ട് ഇടന്നാലും അമ്മായിയമ്മ വഴക്ക് പറയും, ചിലപ്പോൾ ഭർത്താവ് വഴക്ക് പറയും, ചിലപ്പോൾ ഭാര്യ ഭർത്താവോട് ദേഷ്യപ്പെടും, രോഗി വരും. അപ്പൊ നമുക്ക് ജനിക്കുന്ന കുട്ടികൾ ചിലപ്പം രോഗികളായിട്ട് വരും, നമ്മളെ പലരും വഞ്ചിക്കും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇതിനെ വെളിയിൽ നിന്നുള്ളൊരു ഫോഴ്സ് കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. ഇത്രയും വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും, ദുഃഖം വരും, നമ്മുടെ പിന്നെ ബിസിനസ്സിൽ പിന്നെ നഷ്ടം വരും, കടം വാങ്ങിച്ചവൻ തരത്തില്ല, നമ്മൾ കടം കൊടുത്തവൻ തരത്തില്ല, ലോൺ സമയത്ത് കിട്ടത്തില്ല. ഇതിനൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും, ദേഷ്യം വരും,
ദുഃഖം വരും. ഇതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് മാറ്റണം. അപ്പൊ ദുഃഖമൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള സംഗതി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ അതിന് മെഡിറ്റേഷന്, പിന്നെ അഫർമേഷന്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ തിയറികൾ പഠിക്കുക, അത് ഇങ്ങനെ ഉണ്ടാകും, അതിന്റെ മനുഷ്യ സ്വഭാവമാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പം വന്ന് സംഭവിക്കുകയും ചെയ്യും, നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും. അപ്പൊ അതാണ് ലോ ഓഫ് എൻട്രോപ്പി. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുക. നമ്മൾ ഡീസന്റ് ആയിട്ട് നടന്നാലും നമ്മൾ നല്ലതേ ചെയ്താലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. നമ്മളത് കോവിഡ് വന്നപ്പോൾ ഇവിടെ നല്ലവരെയും മോശക്കാരെയും നല്ലവരെയും അതിനൊരു തിരിച്ചറിയില്ലായിരുന്നു. ആ പ്രകൃതിക്ക് അങ്ങനെ ഒരു തിരിച്ചറിവേ ഇല്ല. അതങ്ങനെ ഒറ്റ കോവിഡ് വന്നപ്പോൾ എല്ലാവരും കൊണ്ടുപോയി, എത്രയോ പേര് മരിച്ചു. ഒരു ബസ് ആക്സിഡന്റ് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. എന്തെങ്കിലും സംഗതികൾ അംഗീകരിക്കണം, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ആദ്യം അതിന്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഞെട്ടലുളവാക്കുന്ന കാര്യമായി, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞെട്ടലുളവാക്കുന്ന കാര്യമായിരിക്കും. അറിയാമെങ്കിലും ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ട് നമുക്കറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ലോ ഓഫ് എൻട്രോപ്പി നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും, അതിന്റെ പേരറിയില്ലായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവമാണ് ഉള്ളത്. ഞാൻ എന്താണ്, എനിക്ക് എന്താണ് ഇത്ര ദുഃഖം, എനിക്ക് മാത്രം എന്താണ് ഇത്ര ടെൻഷൻ, എനിക്ക് മാത്രം, എന്നോട് മാത്രം ആൾക്കാർക്ക് എന്താണ് വെറുപ്പ്, എനിക്ക് മാത്രം, എന്നെ മാത്രം ആൾക്കാർ എന്തുകൊണ്ട് പറ്റിക്കുന്നു എന്നൊക്കെ എല്ലാവരും ഓരോരുത്തരും വിചാരിക്കും. അതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ഈ ലോ ഓഫ് എൻട്രോപ്പിയും പൊതുവെ നിയമങ്ങളും മനസ്സിലാകണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇവിടെയാണ് നിങ്ങളുടെ പലരും ഇവിടെ മാറിപ്പോകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ നിങ്ങളെ ഇതൊന്നും ദേഷ്യങ്ങളും നിങ്ങളുടെ നിരാശകളും ഡിപ്രഷനും മാറ്റാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ജാസി മുഹമ്മദിന് എന്താണ് പറയാനുള്ളത്? സാർ, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഈ ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ നേരെ കറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രകൃതിക്ക് വേറൊരു നിയമമുണ്ട്. അതായത് നമ്മളൊരു കണ്ടിന്യൂസ് എഫേർട്ട് ഏതൊരു കാര്യത്തിലും എക്സ്ട്രാ ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്തി പോരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കാര്യം തകിടം മറിയാൻ അല്ലെങ്കിൽ ഒരു ഡിസോർഡറിലോട്ട് അത് പോവാൻ ഭയങ്കര എളുപ്പമാണ്, നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഈ ഒരു എൻട്രോപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കൊടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇതിനെക്കുറിച്ച് അശ്വനി പറയൂ. നിങ്ങളൊക്കെയാണ് ഇത് പഠിച്ചിരിക്കുക, കൊച്ചു പിള്ളേരാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നത്. നിങ്ങൾക്കാണ് ഒരുപാട് ജീവിതങ്ങൾ നിങ്ങളുടെ മുമ്പിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അപ്പൊ അശ്വനിക്ക് എന്താണ് മനസ്സിലായെന്ന് പറയും. അശ്വനിക്ക് ഇവിടെ ചോദിക്കാവുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലായ കാര്യങ്ങൾ പറയാം. അശ്വനി പറയും. നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ആദ്യം ദ്രോഹിക്കുന്നതൊക്കെ ജീവിക്കണം, ടെൻഷനൊക്കെ മനസ്സിലൊക്കെ അറിയത്തില്ല. പക്ഷെ എനിക്ക് പറഞ്ഞപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. അശ്വനി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അശ്വനി വളരെ പ്രായം കുറവാണ്. അശ്വനി നല്ല രീതിയിൽ ജീവിച്ചാലും ആൾക്കാർ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കും. അശ്വനിയെ ചിലപ്പോൾ ആൾക്കാർ പറ്റിക്കാൻ ശ്രമിക്കും, ദ്രോഹിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനൊക്കെ വളരെ കരുതലോടിരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടും കേട്ടോ. ചിലപ്പോ നമ്മൾ പഠിക്കുന്ന കാര്യം ചിലപ്പോ നമ്മൾ എത്ര പഠിച്ചാലും ചില മറന്നുപോകും. അപ്പൊ നമ്മൾ അതൊക്കെ ഇതാണ്, നമുക്ക് മടി വരും. മടി പിടിച്ചിരിക്കാനാണ് സുഖം, അതുകൊണ്ട് മടി വരും. പഠിച്ചത് മറന്നു പോകും. കാരണം നമ്മൾ പഠിച്ചത് മറപ്പിക്കുക എന്നുള്ളതാണ് എൻട്രോപ്പിയുടെ ലക്ഷ്യം. അപ്പം പഠിക്കുന്നത് മറക്കും. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പഠിക്കണം. അതേ മാർഗമുള്ളൂ, ആവർത്തിക്കണം. പഠിച്ചിരിക്കുന്നത് മറക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എന്ത് പഠിച്ചാലും അതിന്റെ രാവിലെ ആകുമ്പോൾ, നിങ്ങളിപ്പോ ഇവിടെ ഇതൊക്കെ കേട്ടു,
രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു 50% കൂടുതൽ മറന്നു പോകും. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കാണണം. നാളെ ഇത് ഇടുമ്പോൾ ആ വീഡിയോ കാണണം. അപ്പൊ വീണ്ടും ഓർക്കും. പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും അതിനെ കണക്ട് ചെയ്ത് ഓരോ പോയിന്റുകളെ കണക്ട് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കുകയും അത് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പോയി അപ്പോഴും ഓർക്കും. അപ്പൊ എക്സ്ട്രാ എഫർട്ട് ഇടും. ഇതിനെക്കുറിച്ച് നമ്മുടെ ശ്രീ കൃഷ്ണദാസൻ എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷ്ണദാസ് ഇത് മനസ്സിലാകുകയോ പറയുകയോ ഇതിനകത്ത് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ലോ ഓഫ് എൻട്രോപ്പി വന്ന് നമ്മള് ആകെ തകിടം മറിക്കുന്നത് തോന്നാറുണ്ടോ? ലോ ആണെന്ന് അറിയത്തില്ലായിരിക്കും എങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലവരായി ജീവിച്ചാൽ നമ്മളെ കയറി ആൾക്കാർ ചൊറിയുമെന്ന് തോന്നാറുണ്ടോ? കൃഷ്ണദാസ് പറയാൻ മടിയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഉൾക്കൊണ്ടു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ സുഖകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇതിനെ മാറ്റി കൊണ്ടുപോകണം. അതായത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സുഖകരമായ അവസ്ഥ ഉണ്ടാവും. ഈ അവസ്ഥകളെ ഓവർടേക്ക് ചെയ്യണം. നമ്മൾ എക്സ്ട്രാ എഫർട്ട് ഇട്ട് അതിനെ ഓവർടേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ആകും. ഇനി അടുത്തത്, ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താൽ മാത്രം പോലെ നമ്മൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകണം. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2-3 കാര്യം നോക്കണം. ഒന്ന്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചില കാര്യങ്ങളുണ്ട്, നമ്മളെല്ലാം നേടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. നമുക്ക് ചിലപ്പം ആ നേട്ടം ഉൾക്കൊള്ളാനുള്ള ഹെൽത്ത് കാണത്തില്ല. ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷനിലൂടെ എനിക്ക് ഇപ്പം അമേരിക്കയിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് പോകാൻ പറ്റിയെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് അവിടെ പോകാനുള്ള ഹെൽത്ത് ഉണ്ടോ നോക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു, നമ്മളിപ്പോ അതുപോലെ തന്നെ ഡോക്ടറേറ്റ് പഠിക്കാൻ പോകുന്നു. ഇതൊക്കെ പഠിക്കാനുള്ള ഹെൽത്ത്, മിനിമം ഹെൽത്ത്. ഇപ്പൊ നമ്മളൊരു വലിയ നമ്മൾ ഇത്രയും സംഗതി നോക്കണം. അതായത് ഈ സംഗതി എനിക്ക് യോജിച്ചതാണോ? നമ്മളിപ്പോ ഇതൊക്കെ വന്നു ഇപ്പൊ എനിക്ക് അത് നടപ്പാക്കാനുള്ള മിനിമം ആരോഗ്യം, ചില കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യം വേണം, ഹെൽത്ത്. പിന്നെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ് പ്രശ്നങ്ങളല്ല ഇത്. അത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചിലർക്ക് ചിലതിനോടും സെറ്റ് ആവാൻ പറ്റത്തില്ല. അതായത് ഒരാൾക്ക് ചിലർക്കുണ്ട് ഈ രക്തം കാണുമ്പോൾ മയങ്ങി, രോഗികളെ കാണുമ്പോൾ അറപ്പാണ്. അവർക്കിങ്ങനെ ഈ ഡോക്ടറാകാൻ പഠിക്കാൻ പറ്റും, നേഴ്സാകാൻ പഠിക്കാൻ പറ്റും. അപ്പൊ നേഴ്സാകണമെങ്കിൽ ഡോക്ടറാകണമെങ്കിൽ ആതുര ശുശ്രൂഷയോടൊരു സ്നേഹവും, രോഗികളെ കണ്ടാൽ അവരെ തൊടാനുള്ളൊരു മൈൻഡ് ചിലർക്ക് അങ്ങനെ പറ്റത്തില്ല. പണ്ടൊക്കെ എനിക്ക് പേടിയായിരുന്നു, കൊച്ചിലേക്ക് ഈ രോഗികളെ കാണുമ്പോൾ അവർ തൊടാൻ പേടിയായിരുന്നു. പ്രത്യേകിച്ച് പാണ്ഡ്യരോഗിയൊക്കെ വന്നാൽ എനിക്ക് വലിയ ഇതായിരുന്നു. പക്ഷെ അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് സയൻസ് എടുത്തിട്ടും എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു. ഡോക്ടർ ആകണമെന്നോ ഇല്ല നഴ്സിംഗ് ആവണമെന്നോ അങ്ങനെ ഇല്ല. കാരണം അതിന്റെ കാര്യം എനിക്കത് പറ്റത്തില്ല. പക്ഷെ പലരും അങ്ങനെയല്ല. രക്തം കണ്ടാൽ ബോധം കെട്ടി വീഴുന്നവര്, തവളയെ കയറുമ്പോൾ സ്കൂളിൽ ഒക്കെ പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ തവളയെ കയറുമ്പോഴത്തേക്ക് പേടിച്ച് പോകുന്നവര്, അവനെ അറപ്പോടെ നോക്കുന്നവർ, അവർക്ക് ഈ ആരോഗ്യ രംഗത്തുള്ള ജോലി പറ്റത്തില്ല. കാരണം അവിടെ ഇതെല്ലാം ചെയ്യേണ്ടി വരും. ശവത്തെ കീറിയറിക്കണം, രോഗികളെ കുഷ്ഠരോഗികൾ വരും, അതിനേക്കാൾ വലിയ അഴിഞ്ഞു വിളിഞ്ഞവര്, ഇവരെയൊക്കെ ചികിത്സിക്കാനും അവരോടൊക്കെ എമ്പതിയായിട്ട് പെരുമാറാനുള്ള മൈൻഡ് സെറ്റ് വേണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് പോകുന്നവർക്ക് അത് പടം വരയ്ക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പൊ അതിന് കണക്കിനുള്ളൊരു ഇത് വേണം. അപ്പൊ അങ്ങനെ ഒരു ആ മൈൻഡ് സെറ്റ് വേണം. പിന്നുള്ള സ്കില്ല്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എനിക്ക് സ്കില്ലുണ്ടോ? ആ സ്കില്ലില്ലാതെ ആ സംഗതിയിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് ആകർഷിച്ചാൽ നിങ്ങൾക്ക് അർഹതയില്ല. സ്കില്ലില്ലെങ്കിൽ നടപ്പാകത്തില്ല. അതുപോലെ തന്നെ ആരും നടപ്പാക്കാൻ പോയി എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ആ കാര്യങ്ങളും
നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഇന്ന് കുറച്ച് തിയറി, ഇന്നലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരുന്നു. നമ്മൾ ഇതിനകത്ത് എൻട്രോപ്പി പറയുന്ന പോലെ ഇന്നലെ വെറുതെ കണ്ണടച്ചിരുന്നാൽ മതി, ശരീരം തളർത്തിയിട്ടാൽ മതി നിങ്ങൾക്ക്. അപ്പൊ അത് കുറച്ചുകൂടെ സുഖമുള്ള പരിപാടിയാണ്. ഇന്ന് കുറച്ചുകൂടി നമുക്കത് കുറച്ചുകൂടി തിയറി ആയതുകൊണ്ട് അത് അല്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായാൽ മാത്രം പോരാ, നിങ്ങൾക്കൊക്കെ മനസ്സിലാകണം. ഇത് ഒരു ബോറിങ്ങും ഒക്കെ ആകാവുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം അത് ഇതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുകയും ബോറടിക്കാതിരിക്കുകയും ചെയ്തോന്ന് പറഞ്ഞാൽ കൊള്ളാം. പറയൂ സാർ. ആ. ലോ ഓഫ് എൻട്രോപ്പി എന്ന് ഷോർട്ടായിട്ട് നമ്മളിപ്പോ നല്ല സുഗമമായിട്ട് ജീവിച്ചു പോകുമ്പോ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികള് നമുക്ക് തളരാതെ ഓവർകം ചെയ്യുന്ന ഒരു ഇതായിരിക്കൂല പറയുന്നുണ്ടായിരുന്നു. ഓവർടൈം ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എഫോർട്ട് ഇടണം. എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. മൈൻഡ് അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ മനഃശക്തി മനഃശക്തി വേണം അല്ലെ? ഇത് തളർന്നു പോകും. തളർന്നു പോകും. കാരണം ഇത് പ്രകൃതിയുടെ ഒരു കുഴപ്പമേ അതാണ്. അതിന് നമ്മളെ തളർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ ചുമ്മാ എടുക്കുന്നത് പിടിച്ച് അസുഖം വരത്തില്ലേ? നമുക്ക് നമ്മൾ വല്ലതും ചെയ്തില്ല, വെറുതെ കോവിഡ് വരുന്നു, ഇല്ല വേറെ അസുഖം വരുന്നു, ക്യാൻസർ വരുന്നു. അപ്പം അതിനെ തളരാതെ അതിന് എക്സ്ട്രാ എഫർട്ട് ഇട്ട് മരുന്ന് കഴിക്കണം. വരുമ്പോ നമ്മൾ അതിനെ പക്ഷെ നമ്മളൊരു കാര്യം ഉൾക്കൊള്ളണം. എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് വിഷമിക്കാതെ ഇതിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്, ലോ ഓഫ് എൻട്രോപ്പി പഠിക്കുന്നത്. ഇങ്ങനെ എനിക്ക് മാത്രമല്ല, ഇത് ലോകത്തിന്റെ നിയമം തന്നെ ഇതാണ്, എൻട്രോപ്പിയാണ്. ഇന്ന് ന്യായമായി പോകുന്ന സംഗതിയെ ക്രമം തെറ്റിച്ച് കൊണ്ടുവന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് അത് പ്രകൃതിക്ക് വേറെ നിയമം. നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് തോന്നുന്നു എന്തിനാണ് ഇങ്ങനെ പ്രകൃതി ഇത്ര തോന്നുന്നത്. പക്ഷെ പ്രകൃതിക്ക് ചില നിയമമുണ്ട്. ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആൾക്കാര് വയസ്സായില്ലെങ്കിൽ, ആൾക്കാർ മരിച്ചില്ലെങ്കിൽ ഇങ്ങനെ സൈക്കിൾ ശരിയാവത്തില്ല. അപ്പം കുറെ എണ്ണം ചെയ്യണം, കുറെ എണ്ണം നശിക്കണം, കുറെ എണ്ണത്തിന്. അത് പ്രകൃതിയുടെ ഒരു താളം. ആ താളം ദുഃഖം വേണം, സുഖം വേണം, സന്തോഷം വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രകൃതി ഇത്തരം താളങ്ങളിലൂടെയാണ് പ്രകൃതിയുടെ ഈ ലോകം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും വരുന്നില്ലെങ്കിൽ പിന്നെ അതിന് രസം എന്താണ്? നമുക്ക് രോഗം വരുന്നില്ല, നമ്മൾ എന്നും നിത്യജീവിതം അങ്ങനെ വരാൻ പറ്റത്തില്ല. നിത്യജീവിതമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു വിലയില്ലാതായി പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രകൃതി സൈക്കിൾ എങ്ങനെയാണ്? കുറെ എണ്ണം ജീവിക്കും, കുറെ എണ്ണം അതിജീവിക്കും, കുറെ എണ്ണം മരിക്കും. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള നമ്മൾ തലച്ചോറ് ഉപയോഗിക്കണം, സ്കില്ല് ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, ടൈം ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, അവരുടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുകയും ഇതിങ്ങനെ യാഥാർത്ഥ്യമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം, ഇങ്ങനെയൊക്കെയാണ് ലോകത്ത്. നന്മ മാത്രമല്ല വരുന്നത്, നമ്മൾ നന്മ ചെയ്താലും നമുക്ക് ദോഷങ്ങൾ വരാം. അത് പ്രകൃതിയുടെ ചില നിയമങ്ങളാണ്. ചുമ്മാ പോയാലും ആൾക്കാർ നമ്മളെ കയറി അടിക്കാൻ വരും, ചിലപ്പം കൊണ്ടാൻ വരും. ഇതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ്, എല്ലാവരും ഇവിടെ ഡീസന്റ് ആയിരുന്നെങ്കിൽ പോലീസും പട്ടാളത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ആരെയും ദ്രോഹിക്കുന്നില്ലെങ്കിൽ ഈ പോലീസ് എന്തിനാണ്? അപ്പൊ അത് വരുന്നതിന് എക്സ്ട്രാ ഫോഴ്സ് ആണ് പോലീസ്. ആൾക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും ചുമ്മാ പോകുന്നവരെ അടി കൊടുക്കാതെയൊക്കെ ഇരിക്കുന്നതിനും. പക്ഷെങ്കിലും ആൾക്കാർ അതിനെയും അതിജീവിച്ചാണ് ഇപ്പുറത്ത് പോകുന്നത്. ഇത് തമ്മിൽ ഒരു മത്സരം പോലാണ്. അപ്പുറത്ത് ആൾക്കാരെ ഇതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ്. പോലീസിനെ എക്സ്ട്രാ എഫക്റ്റ് ഇട്ടിട്ട് ആൾക്കാർ വീണ്ടും കള്ളനാവും. അപ്പൊ അങ്ങനെ ഇത് പ്രകൃതിയുടെ ഒരു താളമാണ്. ഈ താളമാണ്, ഇതാണ് പ്രകൃതിയുടെ താളം ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. പലപ്പോഴും അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ആൾക്കാർ തളർന്നു പോകും. വെറും നിസ്സാര സംഗതിക്ക് വരുമ്പോൾ എനിക്ക് മാത്രമാണെന്ന് ആൾക്കാർ വിചാരിക്കും. ഇങ്ങനെയുള്ള ദുഃഖങ്ങള്, സുഖങ്ങള്, ഞാൻ നല്ലപോലെ പെരുമാറിയിട്ടും മറ്റേ എന്നോട് എന്തിനാണ് ഈ ചതി കാണിച്ചത്? ഞാൻ അവനെ സഹായിച്ചതാണ്, അവനൊരു അത്യാവശ്യം വന്നപ്പോൾ സഹായിച്ചതാണ്, അവൻ എന്തിനാണ് എന്നെ വഞ്ചിച്ചത്? ഇതൊക്കെ വേണ്ടി നമുക്ക് തളർന്നു.
ഓരോ പ്രശ്നം, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നമാണ്. ഞാൻ അവനോട് വലിയ സ്നേഹമായിട്ട് വരുമ്പോൾ അവൻ എന്തിനാണ് എന്നെ വഞ്ചിച്ചത്, അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് തോന്നും. അപ്പൊ ചതിയും വഞ്ചനയൊക്കെ ഇതിനകത്തുള്ളതാണ് എന്ന് ആരും ഉൾക്കൊള്ളണം. പ്രകൃതിയുടെ നിയമമാണ്. അതിന് നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് വെച്ചിട്ട് എക്സ്ട്രാ എഫോർട്ടൊക്കെ വെച്ചിട്ട് അതിനെ തടയാൻ വേണ്ടി ഗവൺമെന്റും ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ഡോക്ടർമാര്, നമ്മൾ ചുമ്മാ നടന്നാലും ചിലപ്പോൾ രോഗം പിടിക്കും. അപ്പൊ അതിനാണ് ഡോക്ടർമാർ വെച്ചിരിക്കുന്നത്, ആശുപത്രിയും മരുന്നുകളൊക്കെ വരുന്നു. അപ്പൊ ഇനി അടുത്തത് അതായത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരം, നമ്മുടെ സ്വഭാവം വളരെ സുഖകരമായി കംഫോർട്ട് സോണിൽ ഇരിക്കാനാണ് നമുക്ക് ഇഷ്ടം. അപ്പൊ തന്നെ അഡിഷൻ ഉണ്ടാവും, ആ കംഫോർട്ട് സോണിൽ അഡിഷൻ ഉണ്ടാവും. അപ്പൊ ആ കംഫോർട്ട് സോൺ മാറ്റണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇതിനകത്ത് സുഖമാണ്. ഇപ്പൊ നമുക്ക് വെറുതെ മടിയായി പിടിച്ച് വെറുതെ ആഹാരം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖം വരും. ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്നതായിരിക്കും സുഖം, അല്ലെങ്കിൽ കാഴ്ചകൾ കാണുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് മദ്യപിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് സിഗരറ്റ് വലിക്കുന്നതായിരിക്കും ഇഷ്ടം, പലർക്കും പിന്നെ ഇത് കഞ്ചാവ് അടിക്കുന്നതിൽ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ഇഷ്ടമായിരിക്കും. അപ്പൊ ഈ അഡിക്ഷനൊക്കെ മാറ്റണമെങ്കിൽ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്. അപ്പൊ ജെയിംസ് ക്ലിയർ എഴുതുകയാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റാത്ത സംഗതികളെ കുറേശ്ശെ കുറേശ്ശെ മാറ്റണം. കുറേശ്ശെ മാറ്റണമെങ്കിൽ ഒരു ദിവസം 1% വീതം ചെയ്താൽ പോലും നിങ്ങൾ 100 ദിവസം കൊണ്ട് 100% ചെയ്യുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് രാവിലെ 7 മണി വരെ നിങ്ങൾ കിടന്ന് ഉറങ്ങുക. നമ്മുടെ സ്വഭാവമാണ് 7 മണി വരെ. അപ്പൊ ഒരു പിറ്റേ ദിവസം ഇവിടെ നിങ്ങളെ കൊണ്ടുപോയി എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇരുത്തി, പിന്നെ എവിടെയെങ്കിലും ചേർത്തു എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കാൻ. അപ്പൊ അവിടെ പറയാണ് നിങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എഴുന്നേൽക്കുന്നവൻ 4 മണിക്ക് എഴുന്നേറ്റാൽ ആ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കും, എല്ലാവരും ഉറങ്ങി തന്നെ ഇരിക്കത്തില്ല, അവന് പഠിക്കാൻ പറ്റത്തില്ല. അതിന് ചെയ്യാൻ പറയുന്നത്, നമ്മൾ പിന്നെ 4 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ, അങ്ങനെ ഒരു സ്വഭാവം വരണമെങ്കിൽ 4 മണിക്ക് വൺസ് അറ്റ് എ ടൈം കുഴപ്പമില്ല. ഇപ്പൊ നമുക്കൊരു യാത്ര പോകണം, ട്രെയിൻ സമയത്ത് കിട്ടണമെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കും, ഒരു ദിവസം എഴുതാം. അതുപോലെ അത്യാവശ്യമായിട്ട് ചില സമയങ്ങളിൽ അന്ന് പരീക്ഷയാണ്, അന്ന് എഴുന്നേൽക്കണമെങ്കിൽ അങ്ങ് എഴുന്നേക്കാം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ രാത്രി 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം മാറ്റിയിട്ട് 4 മണിക്ക് വരണമെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം ഓരോ ദിവസവും 5 മിനിറ്റ് വീതം നേരത്തെ എഴുന്നേക്കുക. അപ്പൊ ബുദ്ധിമുട്ട് വരത്തില്ല. ആദ്യത്തെ ദിവസം നമ്മൾ പിന്നെ 7 മണി എന്നുള്ള 6:55 എഴുന്നേൽക്കും, പിറ്റേ ദിവസം 6:50 എഴുന്നേൽക്കും. അപ്പൊ 6:55 എഴുന്നേൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം 6:55 7 മണിക്കുള്ളവൻ, ഇത് അശ്വിനി പ്രത്യേകം കേൾക്കേണ്ടതാണ് കേട്ടോ. അശ്വിനി പഠിക്കുന്ന കുട്ടി എന്നുള്ള നിലയിൽ പറയാം. അതായത് കുറേശ്ശെ ചില ഹാബിറ്റുകൾ മാറ്റിയിട്ട് പുതിയ ഹാബിറ്റുകൾ കൊണ്ടുവരും. അതിനാണ് 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആള് 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഹാബിറ്റ് കൊണ്ടുവരണമെങ്കിൽ തലേ ദിവസം ഒരു ദിവസം 5 മിനിറ്റ് എഴുന്നേൽക്കണം. അടുത്ത ദിവസം അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്ക് 6:55 എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ 6:55 എഴുന്നേൽക്കുന്ന ആൾക്ക് അപ്പൊ ഒരു ദിവസം എഴുന്നേറ്റാൽ പിറ്റേ ദിവസം 6:50 എഴുന്നേൽക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ അങ്ങനെ അലാറം സെറ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ടാർഗറ്റിൽ എത്താൻ പറ്റും എന്നാണ് അതിനകത്ത് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണ് നമ്മുടെ ഇതിൽ നിന്നൊക്കെ മാറാൻ പറ്റും. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് കൂടിപ്പോയെന്ന് തോന്നുന്നു മനസ്സിലാക്കാനൊക്കെ. കുറെ ചാപ്റ്റർ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ജവഹറിന്റെ പിന്നെ പ്രകൃതിയുടെ എഫക്ട്, എൻട്രോപ്പി എഫക്റ്റ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വരാം. നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം ചോദിക്കാൻ കുറച്ച് സമയം തരാം. നിങ്ങൾക്ക് നമ്മളിത് പഠിപ്പിച്ച് ഞാൻ ഏകപക്ഷീയമായിട്ട് പോയിട്ട് ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ അത് പ്രവർത്തിക്കുക.
ഇവിടെ മുനീർ എന്ത് പറയുന്നു? മുനീർ സാർ ഏകദേശം എനിക്ക് മനസ്സിലായി. ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ മൈൻഡ് എന്ന് പറയുന്നത് കംഫർട്ട് സോണിന് നിൽക്കാനാണ് ഇഷ്ടം. അതാണ് നമ്മളെ മടി അതാണ് സുഖം. അതുകൊണ്ടാണ് മടി വരുന്നത്. അതിനെ കുറേശ്ശെ മാറ്റിയെടുക്കണം. ജിമ്മിന് പോണെന്നെങ്കിൽ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പണ്ട് പോയിന് 2 വർഷം പോയെന്നോ കൊറോണ മുമ്പ്. പിന്നെ അതിന് ശേഷം പോണെന്ന് വെച്ചിട്ട് ഇതുവരെ വാങ്ങിയിട്ട് ആളെ എത്തിയില്ല ഇതുവരെ. നമുക്കത് സുഖമായിട്ട് അവിടെ ഇരിക്കുന്ന ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതിനെ മനഃപൂർവ്വമായിട്ട് തന്നെ എക്സ്ട്രാ എഫക്ട് ഇട്ടിട്ട് പോണമെന്ന് തന്നെ വിചാരിക്കണം. പക്ഷെ ആ സമയത്ത് നമുക്ക് നേരത്തെ ഒക്കെ ഉണരണം. ഇതുപോലെ കുറേശ്ശെ ഉണർന്ന് നേരത്തെ ഉണരാൻ പഠിക്കണം. കാരണം നമുക്ക് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ അതിനെ ഒരു സ്വഭാവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കും. നമ്മളൊരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തലച്ചോറിലൊരു വഴിയുണ്ട്. തലച്ചോറിൽ ഒരു പാത്തുണ്ടാവും. അതായത് നമ്മള് സ്ഥിരമായി ചെയ്യുന്ന കാര്യം നമ്മൾ ഹാബിറ്റായി മാറും. ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകും. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാബിറ്റ് ആവും. ഹാബിറ്റ് പാത്ത് നമ്മുടെ തലച്ചോറിലുണ്ടാവും. ആ പാത്ത് ആണ് നമ്മൾ. പിന്നെ നമുക്ക് സ്ഥിരം നമ്മളതായി മാറും. സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആ മടി വരത്തില്ല. കാരണം നമ്മൾ ഈ മടി കൊണ്ട് നമുക്കാണ് നഷ്ടം എന്നുള്ള ബോധം കൂടെ നമുക്ക് ഉണ്ടാവണം. അതാണ് പഠിപ്പിക്കാനുള്ളത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കൃഷ്ണദാസൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് ഞാൻ നേരത്തെ കൃത്യം നമ്മളിന്ന് 8:30 പിന്നെ ക്ലാസ് തുടങ്ങി. ഞാൻ അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ തന്നെ നേരെ ക്ലാസ് ഇങ്ങനെ കുറച്ച് കൂടുതലായി തോന്നുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് നേരത്തെ എല്ലാവർക്കും നിർത്താം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമില്ലല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കണം കേട്ടോ. നിങ്ങൾ ഞാൻ ഇന്ന് ഒരുപാട് നമ്മൾ ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. ഹലോ, വ്യക്തമാവുന്നില്ല കേട്ടോ പറയുന്നത്. സാർ, ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാബിറ്റായി മാറുന്നത്. അപ്പൊ സ്ഥിരമായി ചെയ്യാനായിട്ട് നമുക്കൊരു മടി ഉണ്ടാവുന്നില്ല സാറേ. അതാണ് ആ മടി മാറ്റാൻ വേണ്ടിയാണ് ഈ കുറേശ്ശെ ചെയ്യാൻ പറയുന്നത്. അതായത് നമുക്ക് സ്ഥിരമായി ചെയ്യുമ്പം മടി വരും. ആ മടി വരാൻ വേണ്ടി ഇരിക്കുക. ഇപ്പൊ നമുക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ മടിയാണ്. ഉദാഹരണം പറഞ്ഞു, ഒരു ബിസിനസ് ആണെങ്കിലും നമുക്ക് പഠിക്കാനാണെങ്കിലും ഒരു സംഗതി, ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരുമിച്ച് വായിക്കാൻ മടിയായിരിക്കാം. പക്ഷെ ഒരു പേജ് വായിച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം വരത്തില്ലേ? അപ്പൊ പിറ്റേ ദിവസം 2 പേജ് വായിക്കണം. ഒരു ദിവസം 1 പേജ് വായിക്കണം, പിറ്റേ ദിവസം 2 പേജ്. അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അതായത് അറ്റോമിക് ഹാബിറ്റ് പറയുന്നത് മടി മാറാൻ വേണ്ടി നിങ്ങൾ കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറേശ്ശെ ചെയ്യണം. കുറേശ്ശെ ചെയ്ത് ശീലമാക്കി മാറും. അത് അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ 1% മാറ്റം ഉണ്ടാക്കിയാൽ മതി. ഒരുപാടൊന്നും വേണ്ട. ഒരു ദിവസം ഒരു മാറ്റം 1%, 100 എണ്ണത്തില് 1 ചെയ്താൽ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 100% കാര്യങ്ങൾ എത്താൻ കഴിയുമെന്നാണ് ആറ്റോമിക് ഹാബിറ്റ് പറയുന്നത്. പഠിക്കാൻ മടിയുള്ളവര് ഒരുമിച്ച് പല പിള്ളേർക്കും പറ്റുന്നതാണ്. മടി വരുന്നത് കൊണ്ട് അവർ പഠിക്കത്തില്ല. പഠിക്കാതെ വരുമ്പോഴത്തേക്ക് എല്ലാം മടിയൻ മല ചുമക്കുന്നു എന്ന് പറയുന്ന പോലെ പരീക്ഷയുടെ തലേ ദിവസം വലിയ പാടായിരിക്കും എല്ലാം കൂടെ പഠിക്കാം. അതിന് പകരം ഇന്നത്തെ ദിവസം 1 പേജ് ഞാൻ വായിച്ചു, എന്താ കുഴപ്പം? 1 പേജ് വായിച്ചു, എളുപ്പമാണ്. അപ്പൊ അടുത്ത 1 പേജ് വായിക്കുന്ന ഒരാൾക്ക് അടുത്ത ദിവസം 2 പേജ് വായിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നില്ല. അതൊരു സൈക്കോളജിയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അടുത്ത ദിവസം 3 വായിക്കും. അങ്ങനെ വരുമ്പോ ആ മടി കുറേശ്ശെ മാറി വരും. അല്ല ഒറ്റയടിക്ക് മാറത്തില്ല. കാരണം തലച്ചോറൊരു പാത്ത് കിടക്കുവാണ്. നോക്കുമ്പം
അതിനെ പറയുന്ന വഴി തിരിച്ചു വിടണോ. നമുക്കിപ്പോൾ അഡിക്ഷൻ ഉണ്ടാവും. ഈ അഡിക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു നിരന്തരം ചെയ്യുന്ന സംഗതിയിൽ അഡിക്ഷൻ ഉണ്ടാവും. അഡിക്ഷൻ മാറാൻ വേണ്ടി ഇപ്പം അതിനകത്താണ് നമ്മൾ പറയുന്നത്. പിന്നെ മദ്യപിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റുന്ന കുറേശ്ശെയാണ് അവർ ഒറ്റയടിക്ക് മാറ്റാൻ പാടാണ്. അതുകൊണ്ട് അതിനെ കുറേശ്ശെ അഡിക്ഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് കഴിഞ്ഞാൽ അവൻ ഭ്രാന്ത് പിടിച്ചു, കാരണം അത് അവന്റെ ശീലമായി മാറുക. അപ്പൊ എല്ലാവർക്കും ഇന്ന് നേരത്തെ ഒരു 10-15 മിനിറ്റ് നേരത്തെ നമുക്ക് ഇന്ന് നിർത്താം. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾ ജവഹരി വിൻഡോയും പിന്നെ ലോ ഓഫ് എൻട്രോപ്പിയും ഒന്ന് നോക്കണം. പിന്നെ അപ്പൊ അത് ഒന്ന് കൃത്യമായിട്ട് നോക്കി അത് മനസ്സിലാക്കിയാൽ ചെയ്ത് നിങ്ങളുടെ കഴിവുകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.